വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം വിദ്യാധിരാജായ നമഃ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. KHNA ആധ്യാത്മിക സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ ആഴ്ചയിലും സനാതന ധർമ്മ പ്രഭാഷണ പരമ്പരകൾ നടക്കുന്നുണ്ട്. അത് നേരത്തെ പല പ്രാവശ്യം എനിക്ക് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. അപ്പം ഇതിന്റെ ഒന്ന് രണ്ട് റിക്വസ്റ്റുകൾ നേരത്തെ തന്നെ ഗോവിച്ചേട്ടനൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. ഇതിന്റെ റെക്കോർഡിങ് തീർച്ചയായിട്ടും നമ്മുടെ KHNAയുടെ ഫേസ്ബുക്കിലും വെബ്സൈറ്റ് കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ യൂട്യൂബിനകത്ത് ഓരോ പ്രഭാഷണ പരമ്പരകളും നമുക്ക് റെക്കോർഡ് ചെയ്തിടുകയും അത് കാലാകാലങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും അത് കേൾക്കാവുന്ന രീതിയിൽ KHNAയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനായിട്ടും പറ്റും. അതോടൊപ്പം ഫ്രാൻസിസ് സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് വന്ന് സംസാരിക്കുന്നതും കൂടുതൽ അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ നമുക്കത് എല്ലാവർക്കും പരിചിതമാണ്. എന്നാലും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് KHNAയുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാവിധ ഇതും നമുക്ക് അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് ചെയ്യുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഈ സബ് കമ്മിറ്റികളും നമ്മുടെ ഈ ഒരു ഭരണസമിതി ഇപ്പം ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പം ആ പ്രധാനപ്പെട്ട നടന്നു വരുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പോവുകയും പുതിയ കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തീർച്ചയായിട്ടും ഫ്രാൻസ് സാറിനും എല്ലാവർക്കും KHNAയുടെ പേരിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തിക്കുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓം വിദ്യാധിരാജായ നമഃ. വീക്ഷാവിക്ഷിപ്തകാലാന്തകനിയമപുരക്രോഡമൃത്യുഞ്ജയോയം ഭവ്യായ വ്യാഹതായ സ്വജനധനഗൃഹപ്രാഗ്രഗോപോ ഭവീതു അർച്ചിത്വാർച്ചാം യദീയാം ക്വചിദിഹ സുഹൃതപ്രാണഭൃത്കോപി നേയാൻ മൃത്യോർ ദംഷ്ട്രാകരാളം വദനമസുഹര ഭ്രൂഗുഡീ ദുർനിരീക്ഷ്യം. മഹാമഹോപാധ്യായസ്യ പാദയോഃ സപ്രശ്രയം പ്രണമ്യ യുഷ്മാകം സർവേഷാം കൃതേ യുഷ്മഭ്യം അഹം സ്വാഗതം വ്യാഹരാമി മമ ഭാഷണശ്രവണായ. ഇതൊരു പ്രഭാഷണം എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച ഒരു വ്യാഖ്യാനം എന്ന് മാത്രമേ പറയാൻ ഉള്ളൂ. മഹാമഹോപാധ്യായൻ ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെയേറെ ഒരേപോലെ പ്രഹ്വീഭാവവും ഒരു നമ്രഭാവവും അതോടൊപ്പം തന്നെ ഒരു അഭിമാനവും ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആ വിനയാധിക്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത് ശ്രവിക്കാനിരിക്കുന്നത്, അല്ലാതെ എൻ്റെ പാണ്ഡിത്യം കൊണ്ടല്ല എന്ന് ആദ്യം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കേട്ടത് ശ്രീ നീലകണ്ഠ തീർത്ഥപാദർ ഈ ഗ്രന്ഥത്തിന് മംഗളമായി എഴുതിയ 2 ശ്ലോകങ്ങളാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ദിവ്യക്ഷേത്ര ആദർശം എന്ന ഗ്രന്ഥം തുടങ്ങുകയാണ്. ദിവ്യക്ഷേത്രങ്ങളെ ദർശിക്കുന്ന ഒരു ആദർശമാണ്, മുകുരം, കണ്ണാടിയാണ് ഇത്. അപ്പൊ അതില് ആദ്യമേ തൃപ്രങ്ങോട്ട് ക്ഷേത്രമാണ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത്. വീക്ഷാവിക്ഷിപ്തകാലാന്തക നിയമപുരക്രോഡമൃത്യുഞ്ജയോയം ഭവ്യായ അവ്യാഹതായ സ്വജനധനഗൃഹ പ്രാഗ്രഗോപോ ഭവീതു അർച്ചിത്വാർച്ചാം യദീയാം ക്വചിദിഹ സുഹൃതപ്രാണഭൃത്കോപി നേയാത് മൃത്യോർദംഷ്ട്രാകരാളം വദനമസുഹര ഭൃഗുണീ ദുർനിരീക്ഷ്യം. സുഹൃതപ്രാണഭൃത്കഃ ഇഹ
ക്വചിത് അപി യദീയാം അർച്ചാം അർച്ചയിത്വാ മൃത്യോഹോ അസുഹര ഭൃഗുഡീ ദുർനിരീക്ഷ്യം ദംഷ്ട്രാകരാളം വദനം ന ഇയാത് സ്വജനധനഗൃഹ പ്രാഗ്രഹ വീക്ഷാവിക്ഷിപ്ത കാലാന്തക നിയമപുരക്രോഡ മൃത്യുഞ്ജയ അയം ദേവഃ അസ്മാകം അവ്യാഹതായ ഭവ്യായ ഭോ ഭവീതു. ഈ ദേവൻ ഏത് ദേവനാണ്? മൃത്യുദേവനെ വരെ തൻ്റെ ഒരു ഭക്തന്റെ ആഗ്രഹം, ഭക്തന്റെ പ്രാണൻ നിലനിർത്തുന്നതിനു വേണ്ടി ബലമായി ദൂരീകരിച്ച ആ ദേവൻ, ഇത് ദേവനാണ്. അദ്ദേഹം സവിശേഷമായ ആ ഭാവത്തോട് കൂടിയിട്ട് തൃപ്രങ്ങോട്ട് സന്നിഹിതനായിരിക്കുന്ന ആ ദേവൻ ശിവഭഗവാനാണ് മൃത്യുഞ്ജയൻ. ആ മൃത്യുഞ്ജയൻ നമുക്ക് നിരന്തരമായിട്ടുള്ള മംഗളങ്ങൾക്ക് കാരണമായി തീരട്ടെ. ഭവ്യമായിട്ടുള്ള നമുക്ക് വരേണ്ട നന്മകൾക്കൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും കാരണമായി തീരട്ടെ, അതിശയകരമായിട്ട് ആ വിധത്തിൽ കാരണമായി തീരട്ടെ എന്നാണ്. ആരാണ് ഈ വീക്ഷാവിക്ഷിപ്ത കാലാന്തക? വീക്ഷണം കൊണ്ട് വിക്ഷിപ്തനാക്കപ്പെട്ട കാലാന്തകനോട് കൂടിയിട്ടുള്ളവൻ. കാലാന്തകൻ എന്ന് പറഞ്ഞാൽ യമനാണ്, യമധർമ്മനാണ്. ആ യമധർമ്മൻ ഈ ദേവന്റെ വീക്ഷണം കൊണ്ട് വിക്ഷിപ്തനായി എന്നാണ്. ഈ കഥ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. മാർക്കണ്ഡേയൻ മൃഗണ്ടു മഹർഷിക്ക് മക്കളുണ്ടായിരുന്നില്ല. തനിക്ക് ഒരു മകനെ കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം അതികഠിനമായിട്ടുള്ള തപസ്സനുഷ്ഠിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ മൃഗണ്ടുവിന്റെ മകൻ എന്ന അർത്ഥത്തിലാണ് മാർക്കണ്ഡേയ എന്ന് പറയുന്നത്. മൃഗണ്ടോഹോ അപത്യം പുമാൻ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥ മഹർഷിയോട് ചോദിച്ചു. മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഹർഷിയോടും തത്പത്നിയോടും ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ വളരെ ദീർഘായുസ്സായിട്ടുള്ള ഒരു മകനെ തരാം, പക്ഷെ അയാൾ സർവ ദുർഗുണങ്ങളുടെയും ആലയമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവഗുണസമ്പന്നനായ ഒരു മകനെ തരാം, പക്ഷെ അയാൾ അല്പായുസ്സായിരിക്കും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ദീർഘായുസ്സായിട്ടുള്ള ദുർഗുണശാലിയായ മകനെ വേണോ, അതോ നിങ്ങൾക്ക് സർവഗുണസമ്പന്നനായ അല്പായുസ്സായ ഒരു മകനെ വേണോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സർവഗുണസമ്പന്നനായ മകനെ മതി. അവൻ അല്പായുസ്സായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് പറയാൻ ഒരു പിതാവിനോ മാതാവിനോ കഴിയില്ല. പിതാവിന് കഴിയില്ല, മാതാവിന് ഒട്ടും തന്നെ കഴിയില്ല. അപ്പോ എനിക്ക് എന്താണെങ്കിലും അങ്ങ് തരുന്നത് സർവഗുണസമ്പന്നനായ മകനായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന് അതനുസൃതമായിട്ട് മകനുണ്ടായി. എത്ര വയസ്സാണ് അവന് പ്രായം പറഞ്ഞിരിക്കുന്നത്? 16 വയസ്സാണ്. അങ്ങനെ 16 വയസ്സ് വരെ ജീവിക്കാവുന്ന ഒരു മകനെ അദ്ദേഹത്തിന് കിട്ടി. കുട്ടിയാണെങ്കിൽ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. കുട്ടിയുടെ പിറന്നാൾ വന്നു. അമ്മ കണ്ണുനീരോടുകൂടി കുട്ടിക്ക് ഭക്ഷണം വിളമ്പി. രണ്ടാമത്തെ പിറന്നാൾ വന്നു, മൂന്നാമത്തെ പിറന്നാൾ വന്നു. അപ്പോഴൊക്കെ അമ്മ ഭക്ഷണം വിളമ്പുന്നത് കണ്ണുനീരോട് കൂടിയിട്ടാണ്. കുട്ടിക്കിത് തിരിച്ചറിയാറായപ്പോൾ കുട്ടി ചോദിച്ചു, അമ്മേ, എന്താണ് എൻ്റെ പിറന്നാളിനൊക്കെ അമ്മ എനിക്ക് കണ്ണുനീരോടുകൂടി വിളമ്പിത്തരുന്നത് എന്ന് ചോദിച്ചു. അമ്മയുടെ കണ്ണുനീരിന്റെ കാരണം എന്താണെന്ന് ആദ്യമൊക്കെ അമ്മ പറഞ്ഞില്ല. പിന്നീട് അമ്മ കുട്ടിയോട് പറഞ്ഞു, മോനെ, നിനക്ക് 16 വയസ്സ് വരെ ആയുസുള്ളൂ. ഓരോ പിറന്നാളും കഴിയുമ്പോൾ അതിൽ ഓരോ വർഷം കഴിഞ്ഞല്ലോ എന്നുള്ള ഭയമാണ് അമ്മയുടെ മനസ്സിൽ എന്ന് പറഞ്ഞു. കുട്ടി ഉടനെ തന്നെ പോയി മണ്ണുകൊണ്ടാണ് ഒരു ശിവലിംഗം ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ കുട്ടി പ്രണാമപൂർവകമായി പ്രാർത്ഥിച്ചു നിരന്തരമായിട്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് യമധർമ്മൻ വന്നു കുട്ടിയോട് പറഞ്ഞു, നിനക്ക് എന്നും 16 വയസ്സാണ്. എന്ന് എത്ര കൊല്ലം കഴിഞ്ഞാലും നിനക്ക് 16 വയസ്സാണ്.
അപ്പൊ അവിടെ നമുക്കൊരു യുക്തിഭംഗം വേണമെങ്കിൽ ആളുകൾക്ക് ചോദിക്കാം, നിനക്ക് എന്നും 16 വയസ്സായിരിക്കും എന്ന് ഒരു വരം കൊടുക്കാതെ, അങ്ങനെയല്ല, നീ സ്വച്ഛന്ത മൃത്യുവായാൽ മതി, നിനക്ക് ഇഷ്ടം പോലെയാകാം, അല്ലെങ്കിൽ നിനക്ക് ദീർഘകാലം, അല്ലെ, ഒരു 100 വയസ്സ്, 100 വയസ്സാണല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത്, അല്ലെ, ശതം ജീവ ശരദോ വർദ്ധമാനഃ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പക്ഷെ അപ്പൊ അവിടെയാണ് 16 കൊല്ലം 20 കൊല്ലം ജീവിച്ചാലും കുട്ടിക്ക് 16 വയസ്സാണ്. അതെങ്ങനെയാണ് എന്ന് ആളുകൾക്ക് തോന്നും. അപ്പൊ അവിടെയാണ് ദൈവിക ശക്തിയുടെ പ്രഭാവം നമ്മൾ കാണേണ്ടത്. എവിടെയാണ് നമ്മുടെ പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട്, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സ ഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം. അല്ലെ, ആ സഹസ്രശീർഷനായിട്ടുള്ള വിരാട് പുരുഷൻ, ആ പുരുഷൻ ആയിരക്കണക്കിന്, കൃത്യം 1000 എന്നല്ല അതിന്റെ അർത്ഥം. എന്താണ്? ആയിരക്കണക്കിന് ശിരസുകൾ, അല്ലെ, സഹസ്രാക്ഷ, ആയിരക്കണക്കിന് കണ്ണ് എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, സർവത്ര സന്നിഹിതനായിരിക്കുന്നു, ഓംനിപൊട്ടന്റ്, ഓംനിഷ്യന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന അർത്ഥങ്ങളാണ് അവിടെ ഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദേവൻ ഭൂമിയെ വിശ്വത ശബ്ദത്തിന് എല്ലാം എന്നർത്ഥം, വിശ്വേ ദേവാഹ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരും എന്നാണ് അർത്ഥം. വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ അഖിലാധിനായകൻ എന്നാണ് അർത്ഥം, അല്ലാതെ ലോകത്തിന്റെ നായകൻ എന്നല്ല. അപ്പോ വിശ്വത, എല്ലായിടത്തു നിന്നും ഈ ഭൂമിയെ ആവരണം ചെയ്ത്, എല്ലാറ്റിനെയും ആവരണം ചെയ്ത് 10 അങ്കുലം വ്യാപിച്ചു നിൽക്കുന്നു. 10 അങ്കുലമാണ് വ്യാപിച്ചു നിൽക്കുന്നത്, മതിയല്ലോ. എല്ലായിടത്തു നിന്നും ആവരണം ചെയ്താൽ പിന്നെ അതിനപ്പുറം എന്തുണ്ട് എന്ന് ആർക്കും നോക്കേണ്ട കാര്യമില്ല, നോക്കിയിട്ടും കാര്യമില്ല. അപ്പോ അവിടെയാണ് ആ ദൈവിക ശക്തി. ആ ദൈവിക ശക്തി എന്താണ്? 16 വയസ്സ്, 16 26 കൊല്ലം ജീവിച്ചാലും നിനക്ക് 16 വയസ്സാണ്. ആ നമ്മൾ എപ്പോഴും ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ വെച്ച് അളക്കുന്നു. ഇത് അതിനെയും അതിശയിച്ചു നിൽക്കുന്ന ആ ദൈവിക ശക്തിക്ക് എല്ലാം എന്താണ്? സാധ്യമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ എന്താണ്, അവൻ ആരായി തീർന്നു? എന്നും ആ വയസ്സാണ്, അവന് അതിൽ മാറ്റമില്ല. പക്ഷെ കുട്ടിയെ കൊണ്ടുപോകാൻ യമധർമ്മൻ വന്നു. അവിടെയാണ് എന്താണ്, യമധർമ്മനോട് ഈശ്വരൻ തന്നെയാണ് പറയുന്നത്, എന്താണ്, ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ യമധർമ്മൻ അദ്ദേഹത്തിൻ്റെതായ എന്തുണ്ട്, പരിമിതികളുണ്ട്, അദ്ദേഹത്തിന്റെ ചാർജ്, ഡ്യൂട്ടി നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷെ ശിവഭഗവാൻ യമധർമ്മനെ അവിടെ നിന്ന് വിക്ഷേപിക്കുകയാണ്, എറിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പല പല കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്. ഈ കഥകളിലൊക്കെ, നമ്മുടെ പുരാണങ്ങളിൽ ഉള്ള കഥകൾ എന്ന് പറയുമ്പോൾ ഒരു കഥയും വാച്യാർത്ഥം മാത്രം ഗ്രഹിച്ച് തള്ളിക്കളയേണ്ടതല്ല. ഇതിലൊക്കെ അല്ലെ, ഒന്നൊരു കാര്യം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതിലുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മുടെ വ്യഥകൾ, നമ്മുടെ പ്രശ്നങ്ങൾ മക്കളെയും കൂടെ അറിയിക്കുക. അമ്മ ഈ മകനോട് ഇത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് ഇതിന് പരിഹാരം ചെയ്യാൻ പറ്റുക? അപ്പോ അവൻ കുട്ടിയല്ലേ, അവനോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇതൊന്നുമല്ല. നമ്മുടെ കുടുംബം, ആ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളും കൂടെ അറിഞ്ഞിരുന്നാൽ ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പരിഹാരം കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയെന്ന് വരും. അങ്ങനൊരു പാഠം ഇതിലുണ്ട്. പിന്നെ നമ്മുടെ ഈശ്വര ശക്തിയിൽ ഉള്ള നമ്മുടെ എന്താണ്, ആ അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും ശരണവും എല്ലാം ഇവിടെ നമുക്ക് പാഠമാകേണ്ടതാണ്. അങ്ങനെ തൻ്റെ വീക്ഷണം കൊണ്ട്, വെറും വീക്ഷണം കൊണ്ടാണ് വിക്ഷേപിച്ചത്. എന്ത്? ദൂരീകരിച്ചത്, ദൂരെ എറിഞ്ഞു കളഞ്ഞത്. ആരെയാണ് എറിഞ്ഞു കളഞ്ഞത്? കാലാന്തകനെ. അപ്പോ വീക്ഷ കൊണ്ട്, തൻ്റെ വീക്ഷണം കൊണ്ട് വിക്ഷേപിക്കപ്പെട്ട കാലാന്തകനെ നിയമപുരക്രോഡ, ആ കാലാന്തകനെ നിയമിച്ചതായ, നിയമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബ്രിങ് അണ്ടർ കൺട്രോൾ എന്നാണ് അതിന്റെ അർത്ഥം. നിയമിക്കുക, നിയമം. യമവും നിയമവും സംയമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നിയമം എന്ന് പറയുമ്പോൾ അതൊരു അധികാരി കൊണ്ടുവരുന്ന വിലക്കാണ് നിയമം. നീ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ സ്വയം കൊണ്ടുവരുമ്പോൾ അതിനെ സംയമം എന്നാണ് പറയുക എന്നറിയാമല്ലോ. അങ്ങനെ വീക്ഷണം കൊണ്ട്, ഇവിടെ ആധികാരികമായിട്ട് തന്നെയാണ്, വീക്ഷ കൊണ്ട് വിക്ഷേപിക്കപ്പെട്ട കാലാന്തകനെ നിയമിച്ചിരിക്കുന്നതായ പുരം. എവിടെയാണോ ആ കാലാന്തകൻ നിയമിക്കപ്പെട്ടത്, ആ പുരം
ക്രോഡമാക്കിയ പുരക്രോഡം, പുരക്രോഡമൃത്യുഞ്ജയ അയം. പുരത്തിന്റെ ക്രോഡമായിരിക്കുക. ശരിക്ക് ക്രോഡം എന്ന പദത്തിനർത്ഥം നെഞ്ച് എന്നൊക്കെയാണ്. അപ്പൊ അവിടെ നമുക്ക് എടുക്കുമ്പോൾ ആ പുരക്രോഡൻ, പുരത്തിന് ക്രോഡമായിരിക്കുന്ന, വക്ഷസായിരിക്കുന്ന, അഥവാ അവിടെ താത്പര്യാർത്ഥം ആ പുരത്ത് എന്താക്കിയവൻ തന്റെ നിലയമാക്കി അവിടെ കുടികൊള്ളുന്ന ആ ദേവൻ, ആ പുരത്തെ വക്ഷസിലേറ്റിയവൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന് അർത്ഥം പറയാം. ഏതാണെങ്കിലും ആ സ്ഥാനത്ത്, ആ പുരത്തിൽ കൃതവസതിയായിരിക്കുന്ന, കൃതവസതി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സവിശേഷമായ സാന്നിധ്യം അവിടെ ഉള്ളതേന്നെ അർത്ഥം എടുക്കാവുള്ളൂ. അല്ലാതെ ശിവൻ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് എങ്ങനെ ആണോ? അല്ല. ശിവൻ എങ്ങനെയാണ്? ശിവൻ അങ്ങനെ എന്താണ്? ശുദ്ധസ്ഫടിക സംകാശം ത്രിനേത്രം പഞ്ചവക്ത്രകം ദിഗ്ദേവതാസമായുക്തനാണ്. അല്ലെ? അങ്ങനെയാണ് അദ്ദേഹം ആരായത്? ദിഗംബരനായത്. അല്ലെ? ശുദ്ധമായ സ്ഫടികം പോലെയുള്ള ശരീരം കൊണ്ട് ദിഗ്ദേവതകളോടൊപ്പം, 10 ദിക്കുകളിലുമുള്ള ദേവതകളോടൊപ്പം അവിടെ ചേർന്ന് നിൽക്കുന്നവനോട്, വ്യാപിച്ച് നിൽക്കുന്ന സർവവ്യാപിയാണ്. ആ ശുദ്ധ സ്ഫടിക സദൃശമായതുകൊണ്ടാണ് നമ്മൾക്ക് അത് കാണാൻ കഴിയാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ദിക്കുകളിൽ വ്യാപിച്ച് ദിഗംബരനായി വർത്തിക്കുന്ന ആ ദേവനാണ്. അപ്പൊ ആ ദേവനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഈ തൃപ്രങ്ങോട്ട് മാത്രം നിൽക്കുന്ന എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ ദേവന്റെ സവിശേഷമായ സാന്നിധ്യം അവിടെയുണ്ട് എന്ന് നമ്മൾ അവിടെ അറിയുക. അങ്ങനെയുള്ള ആ മൃത്യുഞ്ജയനായ ദേവൻ, മൃത്യുവിനെ ജയിച്ചവൻ എന്നുള്ളത് ഇവിടെ തന്നെ നമുക്ക് അറിയാം. മൃത്യു ഭഗവാനെ, യമധർമ്മനെ ജയിച്ചവനായ അയം ദേവഹ, ഈ ദേവൻ ഇവിടെ തൃപ്രങ്ങോട്ട് സവിശേഷമായ സാന്നിധ്യത്തോടു കൂടിയിരിക്കുന്ന ആ മൃത്യുഞ്ജയനായ ദേവൻ ഭവ്യായ അവ്യാഹതായ ഭവ്യത്തിന് വേണ്ടി നമുക്കുള്ളതായ, നമുക്ക് ഭവിക്കാനിരിക്കുന്നതായ മംഗളങ്ങൾ, ഭവിക്കുവാൻ യോഗ്യങ്ങളായ മംഗളങ്ങൾ അത് എങ്ങനെയായിരിക്കണം? അവ്യാഹതമായി ഉണ്ടാകണം. ആഹതമാകാതെ. ആഹതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹനിക്കപ്പെട്ടത്, പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടതെന്നർത്ഥം. അവ്യാഹതം എന്ന് പറഞ്ഞാലോ നശിപ്പിക്കപ്പെടാതെ, ഒട്ടും തന്നെ അവസാനിക്കാതെ, നശിപ്പിക്കപ്പെടാതെ ഉള്ള ഭവ്യങ്ങൾ നമുക്ക് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നിരന്തരമായി എല്ലായ്പ്പോഴും നമുക്ക് എന്തുണ്ടാകണം? യോഗക്ഷേമങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുള്ളതായ അപ്രതിഹതമായിട്ടുള്ള ഭവ്യങ്ങൾക്കായി എന്ത് ചെയ്യുന്നു? സ്വജനധനഗൃഹ പ്രാഗ്രഹ ബോഭവീതു. അദ്ദേഹം ഭവിക്കട്ടെ, വിശേഷണ വീണ്ടും വീണ്ടും അതിന് കാരണമായി ഭവിക്കട്ടെ, അവിഛിന്നതയ കാരണമായി ഭവിക്കട്ടെ എന്നാണ്. എവിടെയാണ് അദ്ദേഹം വർത്തിക്കുന്നത്? സ്വജനധനഗൃഹ പ്രാഗ്രഹ, സ്വന്തം ജനങ്ങളുടെ ധനത്തിനും ഗൃഹത്തിനും പ്രാഗ്രഹ, പ്രകർഷേണ അഗ്രഗനായി വർത്തിക്കുന്നവൻ. അഗ്രം ശബ്ദത്തിന് എന്താ അർത്ഥം? നമ്മൾ പല അർത്ഥത്തിൽ പ്രയോഗിക്കാറുള്ളതാണ്. അഗ്രം എന്ന് പറഞ്ഞാല് മുകളിൽ, അല്ലെ? മുകളിൽ അല്ലെങ്കിൽ മുന്നിൽ, അല്ലെ? അല്പത്തൂർ എന്താ പറഞ്ഞത്? അഗ്രേ പശ്യാമി തേജോ നിബിഡതര കളായാവിലി ലോകനീയം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ എന്റെ മുന്നിൽ കാണുന്നു എന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ അഗ്രം, മുകളറ്റം എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് അഗ്രം, അല്ലെ? അഗ്രം മുന്നിൽ ഉള്ളതാണ് നമുക്ക് ലക്ഷ്യം. ലക്ഷ്യത്തിന് അഭിമുഖമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? അഗ്രം എന്ന് പറയുന്നത്, അല്ലെ? ഒറ്റ ലക്ഷ്യത്തിൽ നിൽക്കുന്നവൻ ഏകാഗ്രൻ, ഏകാഗ്രചിത്തൻ. മുന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഏകാഗ്രഹം. നമ്മളൊന്നും അങ്ങനെയല്ല. നമ്മളൊക്കെ എപ്പോഴും എന്താണ്? അഗ്രാഹ, വ്യഗ്രന്മാരാണ് നമ്മളൊക്കെ. അപ്പൊ അതാണ് നമ്മുടെ കാര്യം, അല്ലെ? ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം 7 മണിയാകുമ്പോൾ നമുക്ക് ചാടിയിട്ട് അടുത്ത പണിക്ക് പോവാനായിട്ട്. മുന്നിൽ പല പല ലക്ഷ്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യഗ്രാഹ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഇവിടെ സ്വന്തം ജനങ്ങളുടെ ജീവനും സമ്പത്തും അവർക്ക് സ്പൃഹണീയമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളും നിരന്തരമായി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവരുടെ ധനത്തിനും ഗൃഹത്തിനും പ്രാഗ്രഹ, അതിന് പ്രകർഷേണ അഗ്രേ,
അത് മുകളിലാണെങ്കിലും മുന്നിലാണെങ്കിലും. അങ്ങനെയല്ല വേദമൊക്കെ പറയുന്നത്, മുന്നിലും പിന്നിലും ഇടതുവശവും വലതുവശവും എല്ലാം ആണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പ്രാഗ്രഹനായി ഭവിക്കട്ടെ, നിരന്തരമായി അതിശയേന ബോഭവീതു. ബോഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും 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 അതിന് കാരണമായിട്ട് ഭവിക്കുക എന്നാണ് അർത്ഥം. ഇനി ആ ദേവൻ എങ്ങനെയാണ്, എത്രമാത്രം ആ ദേവൻ തൻ്റെ ഭക്തരുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ്, അതിനെ സാക്ഷാത്കരിച്ച് കൊടുക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ എന്താണ്, അതിൻ്റെ ആ പ്രാശസ്ത്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഗരിമാതിരേഖം അറിയണമെങ്കിൽ ഇതാ ഇവിടെ തന്നെ പറയുന്നു, അർച്ചിത്വ അർച്ചാം യദീയാം ക്വചിദിഹ സുഹൃത പ്രാണഭൃത്കോപിനേയാത് ന ഇയാത് മൃത്യോർദംഷ്ട്രാകരാളം വദനം അസുഹര ഭൃഗുടി ദുർനിരീക്ഷ്യം. അങ്ങനെയുള്ള ആൾക്ക് മൃത്യുവിൻ്റെ കരാളമായ മുഖം ദർശിക്കേണ്ടി വരില്ല എന്ന്. അവിടെ അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്താൽ മതി? ഒരു പ്രാവശ്യം അർച്ചിത്വ അർച്ചാം യദീയാം, യദീയാം അർച്ചാം അർച്ചിത്വ. യദീയ എന്ന് പറയുന്ന അർത്ഥം യസ്യ, യസ്യ ഇയം എന്ന അർത്ഥമാണ്. യസ്യ ഇയം യദീയ. നമ്മൾ പറയാറില്ലേ തദീയം മദീയം അല്ലെ? തദീയം തസ്യയിതം തദീയം. അവന്റെ, അദ്ദേഹത്തിന്റെ, അവന്റെ, അവളുടെ, അതിന്റെ എന്നൊക്കെ അർത്ഥം പറയാട്ടോ. തദീയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവന്റെ എന്ന് ചാടിയിട്ട് അർത്ഥം പറയരുത്. നമുക്കൊക്കെ പറ്റുന്ന ഒരു കുഴപ്പം, പലപ്പോഴും നമ്മുടെ തർജ്ജമകൾ ചെയ്യുമ്പോൾ എന്താണ്, ഒരൊറ്റ അർത്ഥം വെച്ചിട്ട് അങ്ങോട്ട് പറയും. അപ്പൊ നമ്മുടെ സഹ, തത് എന്നുള്ളത് പുല്ലിംഗം ഓരോ സഹ എന്നാണ് വരിക. പെട്ടെന്ന് നമ്മൾ കയറി അവൻ എല്ലായിടത്തും അർത്ഥം പറഞ്ഞേക്കരുത്. ആരെക്കുറിച്ചാ പറയുന്നത് നോക്കിയിട്ട്. കാരണം ഇംഗ്ലീഷിൽ ഹി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് പല അർത്ഥമാണ്. മലയാളത്തിൽ അതിന് അവൻ എന്നർത്ഥമുണ്ട്, അയാൾ എന്നർത്ഥമുണ്ട്, അദ്ദേഹം എന്നർത്ഥമുണ്ട്. ഇങ്ങനെ പല പല അർത്ഥങ്ങളുണ്ട്. ഹി ഈസ് മൈ ഫാദർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ പിതാവാണെന്നാണ് അർത്ഥം. ഹി ഈസ് മൈ സൺ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ മകനാണെന്ന് തന്നെയാണ് അർത്ഥം. അപ്പോ എപ്പോഴും തർജ്ജമകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എന്തിന് ഒരു പരിസരബോധത്തോട് കൂടിയിട്ടൊക്കെ ചെയ്യണം എന്ന് അർത്ഥം. ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിരിക്കട്ടെ. അപ്പോ തദീയാണ് നമ്മളിപ്പോ പറഞ്ഞത്. തദീയം മദീയം മമ ഇദം മദീയം ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള പദങ്ങളുണ്ട്. യദീയാം, യാതൊരു ദേവനായിട്ടുള്ള അർച്ചയെയാണോ, യദീയാം അർച്ചാം, യാതൊരു ദേവന് വേണ്ടിയാണോ, അർച്ചാം ക്വചിത് ഇഹ അർച്ചിത്വ, എപ്പോഴെങ്കിലും ഒരിക്കൽ അർച്ച ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ, പക്ഷെ അത് അർച്ചയായിരിക്കണം. നമ്മുടെ ഒരു വഴിപാട് കളിക്കല് ആയിപ്പോവരുത് അല്ലെ? ക്ഷേത്രങ്ങളിലാണ് പോവും, രാവിലെ എന്താണ് ഒരൊറ്റ നടപ്പങ്ങോട്ട് നടക്കും ചുറ്റും. മോർണിംഗ് വാക്ക് ക്ഷേത്രത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നടത്തുന്ന ഒരു ഇത് അതിന് അർച്ച എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് മോർണിംഗ് വാക്കൊക്കെ വേറെ നടത്തണം. ക്ഷേത്രത്തിൽ എങ്ങനെ ആയിരിക്കണം? ക്ഷേത്രത്തിൽ നമ്മൾ നമ്മുടെ ചതുരംഗം പ്രദക്ഷിണം അത് തന്നെയാണ് ചെയ്യേണ്ടത്. ചതുരംഗമായ പ്രദക്ഷിണം, 4 അംഗങ്ങളുള്ള പ്രദക്ഷിണമാണ് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത്. എന്തൊക്കെയാണ് 4 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? പദം ശനൈർഗച്ഛേത്. ഓരോ പദവും എങ്ങനെയാണ്? ശനൈഹി, പതുക്കെ പതുക്കെ വെച്ചുകൊണ്ട് നടക്കണം. ഹസ്തൗ ചലവിവർജിതൗ, കൈകൾ എന്തായിരിക്കാൻ പാടില്ല? കൈ ചഞ്ചലമായിരിക്കാൻ പാടില്ല. അതെങ്ങനെയായിരിക്കണം? അത് അഞ്ജലി മാതായ അല്ലെ, അഞ്ജലിബദ്ധനായിട്ടാണ് അവിടെ പോണ്ടത്. ഇപ്പൊ 2 മെല്ലെ മെല്ലെ നീങ്ങുന്ന, ചുവടുവെക്കുന്ന കാലുകള്, അചഞ്ചലങ്ങളായിട്ടുള്ള കൈകൾ. പിന്നെ എന്താണ്? ഹൃദി ധ്യാനം, ഹൃദയത്തിൽ എന്ത് ധ്യാനം ഉണ്ടായിരിക്കണം. അവിടുത്തെ ആ ദേവതയെ ധ്യാനിച്ചു കൊണ്ടാണ് പ്രദക്ഷിണം വെക്കേണ്ടത്. പിന്നെ എന്താണ്? സ്തുതിർവാചി, വാക്കിൽ സ്തുതിയാണ് ഉണ്ടാവേണ്ടത് അല്ലെ? അതല്ലാതെ അടുത്ത വീട്ടിലെ ആളെ പറ്റിയിട്ട്, അയൽക്കാരനെ പറ്റിയിട്ട് കുറച്ച് എന്താണ് വർത്തമാനം പറയാൻ കുശിക്കാനുള്ള സ്ഥലം അത് പ്രദക്ഷിണമാകാൻ പാടില്ല. അപ്പൊ ഈ 4 ഭാഗം, കാല്, കയ്യ്, ഹൃദയം, പിന്നെ എന്താണ്? അധരം, വാക്കുകള്, ഇതെല്ലാം എന്തിനാണ്? അതിൽ ആ ഏകാഗ്രത അവിടെ
ഉണ്ടായിരിക്കണം. അതോടുകൂടിയിട്ടുള്ള പ്രദർശനം. അങ്ങനെ ശരിയായി ഒരു അർച്ചനയെ ചെയ്താൽ, ഒറ്റ പ്രാവശ്യമാണ് സകൃത്, ഒരു പ്രാവശ്യം എന്നർത്ഥം. സകൃത് ഒരിക്കൽ തന്നെ, അർച്ചിത്വ അർച്ചാം ക്വചിത്, അത് എപ്പോഴാണ്, എപ്പോഴെങ്കിലും ഒരിക്കൽ. ഇഹ സുഹൃതപ്രാണഭൃത്, അത് അയാൾ ആരായിരിക്കും? സുഹൃതപ്രാണഭൃത്തായിരിക്കും. സുഹൃതങ്ങളോടുകൂടിയ പ്രാണനെ ധരിക്കുന്നവനാകും. അങ്ങനെയുള്ള അയാൾ സുഹൃത പ്രാണഭൃത് ഭൃത്കഹ അഭി ന ഇയാത്. ഈ ധാതുവിന് അർത്ഥം എന്താണ്? പോവുക എന്നാണ് ഈ ധാതുവിന് അർത്ഥം. ഏതി പോകുന്നു എന്നാണ് അർത്ഥം. ഏതി ഇതഹ യന്തി എന്നർത്ഥം. മനസ്സിലായോ? അതിൽ നിന്നാണ് ഈ അയഹ എന്നുള്ള വാക്കൊക്കെ അതിൽ നിന്ന് ഉണ്ടാവുന്നത്. അയഹ എന്താണ് അർത്ഥം? നമ്മൾ പറഞ്ഞതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അയഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗമനം അല്ലെ? സഹായഹ എല്ലാവരും ഒന്നിച്ച് പോകുന്നതാണ് അല്ലെ? കൂടെ പോകും, അതാണ് സഹായം എന്ന് പറയുന്നത്. പല വാക്കുകളും നമുക്കറിയാം. അപായം, ഉപായം അല്ലെ? സമീപത്ത് ചെല്ലുന്നതിനാണ്. എന്താ അതിനുള്ള ഉപായം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അതിനെ സമീപിക്കുക എന്നാണ് ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം ഇല്ലേ? പിന്നെ സമയം, ഇതൊക്കെ അയഹ വെച്ചിട്ടുള്ള നിരവധി പദങ്ങൾ ഉണ്ട്. അത് ഈ ഒരു ധാതുവിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ആൾ ഒരിക്കലും പോവുകയില്ല. ഇയാത്, അയാൾ ഒരിക്കലും അങ്ങോട്ട് പോവില്ല. എവിടേക്ക് ചെല്ലുകയില്ല? മൃത്യോഹോ ദംഷ്ട്രാകരാളം വദനം, മൃത്യുവിന്റെ ദംഷ്ട്രാകരാളമായ വദനത്തെ പ്രാപിക്കില്ല, വദനം വീക്ഷിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കില്ല എന്ന് അർത്ഥമുണ്ടോ ഇതിന്? അതില്ല. ആരും മരിക്കില്ല എന്ന് അർത്ഥമില്ല അല്ലെ? പ്രാണിക്കുക എന്താണ്? വിവൃതവദന അനാരതം മൃതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രാണിക്ക് എപ്പോഴും നിരന്തരം അനാരതം എന്താണ്? വിവൃതവദനയാണ് മരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മരിക്കില്ല എന്നല്ല അർത്ഥം. മൃത്യുവിന്റെ ദംഷ്ട്രാകരാളമായിട്ടുള്ള, ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? തേറ്റയൊക്കെ കൊണ്ട് കരാളമായിട്ടുള്ള, ഭയാനകമായിട്ടുള്ള ആ മുഖം, അത് എങ്ങനെയുള്ളതാണ്? അസുഹര ഭൃഗുടീ ദുർനിരീക്ഷ്യം. അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്നർത്ഥം. അസുക്കൾ, പ്രാണൻ എന്നാണ് അർത്ഥം. നമ്മൾ ഈ കുട്ടികൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് അൻസു എന്ന് പേരിടും, പലരും അതിനെ അനസു എന്ന് വായിക്കുകയും ചെയ്യും. അനസു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസുക്കളില്ലാത്തത് എന്നാണ് അർത്ഥം. പ്രാണൻ ഇല്ലാത്തത് എന്നൊരർത്ഥം അനസു എന്ന് പറഞ്ഞാൽ വന്നു പോകും. അതുകൊണ്ട് പേരൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചൊക്കെ ഇട്ടാൽ ആളുകൾ അത് എങ്ങനെ വായിക്കും എന്ന് കൂടെ നോക്കി എന്ന് ഇടുകയാണിച്ചാൽ നല്ലതാണ്. കുട്ടികളാണെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ഇരിക്കട്ടെ. അസുഹരം, പ്രാണനെ ഹരിക്കുന്നു, പ്രാണൻ എടുക്കത്തക്ക വിധത്തിലുള്ളതായ ഭൃഗുടി, ആ ചുളിഞ്ഞ പുരികം കൊണ്ട്, ചുളിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഭീഷണമായിട്ടുള്ള നോട്ടം എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള അതുകൊണ്ട് ദുർനിരീക്ഷ്യമായ മൃത്യുവിന്റെ മുഖത്തെ ദർശിക്കേണ്ടി വരില്ല. അപ്പൊ പിന്നെ മരണം ഉണ്ടാവില്ലേ? ഉണ്ടാകും. പക്ഷെ ആ മരണം, അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ആ മരണം അല്ലെ? ആരാണ് നമ്മുടെ സംഹാരത്തിന്റെ ദേവൻ? ആരാണ്? ഈ പറഞ്ഞ ദേവൻ തന്നെയാണ് അല്ലെ? നമ്മളെപ്പോഴും ത്രിമൂർത്തികളിൽ ഉഗ്രമൂർത്തിയായിട്ടുള്ള ശ്രീ പരമേശ്വരൻ, അദ്ദേഹത്തിന്, ആ ശ്രീ പരമേശ്വരന് വേറെ ഒരു ഭാവമുണ്ട്. കാളിദാസൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ്? വാഗർത്ഥാവിവ സംപൃക്തവും വാഗർത്ഥ പ്രതിപത്തൈ ജഗത പിതരൗ വന്ദേ പാർവതി പരമേശ്വരവും. ജഗത്തിന്റെ പിതാക്കന്മാരാണ് ആര്? പാർവതി പരമേശ്വരന്മാര്. പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പിതാച്ച മാതാച്ച പിതരവും, പിതാവും മാതാവും. അവര് ആരാണ്? ജഗത് പിതാക്കളാണ്. അവനാണ് അവർക്ക് മൂന്നാമതൊരു കണ്ണൊക്കെ കൊടുത്തിട്ടുള്ളത്. പാരന്റിങ്ങിന്റെ അടിസ്ഥാന തത്വമാണ് ആ മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്നത്. മാതാപിതാക്കന്മാർക്ക് എന്തുണ്ടാവണം? മൂന്നാമതൊരു കണ്ണ് വേണം. ആ കണ്ണ് എവിടെയായിരിക്കണം? അത് വിവേകത്തിന്റെ കണ്ണായിരിക്കണം. അതിനാണ് എന്ത്? നിടിലത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ ശിവപാർവതിമാർക്ക് രണ്ടുപേർക്കും ആ വിവേകത്തിന്റെ കണ്ണുണ്ട്. അതോടുകൂടി നോക്കിയാലേ കുട്ടികളെ നോക്കല് ശരിയാവുള്ളൂ, പാരന്റിങ് സക്സസ്ഫുൾ ആവുള്ളൂ, വിജയകരമായി മാറുകയുള്ളൂ. അതിനാണ് ആ കണ്ണ് നിടിലത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് അല്ലെ? സ്രഷ്ടാവാകാൻ
അതൊന്നും വേണ്ട, ചുറ്റുപാടുകൾ കണ്ടാൽ മതി, 4 മുഖം ഉണ്ടായാൽ മതി, അല്ലെ? ഒരു സന്തതി ഉണ്ടായാൽ ആ സന്തതിക്ക് ഇവിടെ എന്താണ് ആരോഗ്യത്തോട് കൂടിയിട്ട്, അല്ലെ? ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം, സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങള്, സാമൂഹ്യമായി ഇതൊക്കെ ഉണ്ടാവും നോക്കാനായിട്ട് ചുറ്റുപാടും കണ്ടാൽ മതി. ചുറ്റുപാടും കണ്ടിട്ടേ എന്തുണ്ടാകാൻ പാടുള്ളൂ, സന്തതികൾ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിനാണ് ബ്രഹ്മാവിന് ഈ 4 മുഖം കൊടുത്തിട്ടുള്ളത് എന്നർത്ഥം. 5ാമത്തെ എണ്ണം വേണ്ട, 4 എണ്ണം മതി, അത്രയുണ്ട്. പരിമിതി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുകളിലേക്ക് ഒരു മുഖം ഉണ്ടായിരുന്നു, അത് ശ്രീ പരമേശ്വരൻ എന്ത് ചെയ്തു, മുറിച്ചു കളഞ്ഞു. അതിന്റെ ആവശ്യമുള്ളൂ, ചുറ്റുപാടുകളും കണ്ടാൽ മതി. ഇതാണ് അതിന്റെ അർത്ഥം. സംരക്ഷണത്തിന് നമ്മുടെ അധ്വാനം വേണം, 4 കൈയിന്റെ അധ്വാനം വേണം സംരക്ഷിക്കാനായിട്ട്, കുട്ടികളെ സംരക്ഷിക്കാൻ, കുടുംബം പോറ്റാൻ. അതിനാണ് ഈ 4 കയ്യ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ എന്താണ് മാതാപിതാക്കന്മാരെ അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടത് ഈ വിവേകത്തിന്റെ ദൃഷ്ടിയാണ്. അല്ലെങ്കിൽ സ്കൂളിൽ പോയ കുട്ടി സ്കൂളിലാവില്ല ചെന്നിട്ടുണ്ടാവുക, അവൻ വേറെ എന്തെങ്കിലും MDMA-കാരന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ മാതാപിതാക്കന്മാർ പ്രലയത്തിലേക്കാണ് നയിക്കുന്നത്. പ്രളയം പ്രകർഷണയുള്ള ലയമാണ്, തന്നിലേക്ക് അങ്ങോട്ട് ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് മക്കളെ. നമ്മൾ കുട്ടികളെ എടുത്താൽ എന്താണ്, അവ എടുത്ത് ആശ്ലേഷിക്കുന്നില്ലേ? കുട്ടികളുമായിട്ട് ഒന്നു ചേരാനുള്ള ത്വരയാണ് ഉള്ളത്. കുട്ടി അവിടെ ഇരുന്ന് കളിക്കുകയായിരിക്കും, എത്ര നേരം നമ്മൾ കാണും കുട്ടിയുടെ കളി, കുറച്ചു നേരം കാണും, അപ്പോഴേക്കും ഓടിച്ചെന്ന് അതിന് വാരിയെടുക്കും, അല്ലെ? വാരിയെടുക്കായി അതിനെ ചുംബിക്കലായി കെട്ടിപ്പിടിക്കലായി, ചിലപ്പോൾ കുട്ടീനെ കടിക്കുകയും കൂടെ ചെയ്യുന്നവരുണ്ട്. എന്തിനാ കടിക്കുന്നത്? അതുമായിട്ട് ഒന്നു ചേരാനുള്ള ത്വരയാണ്. ഇതാണ് ലയം, പ്രലയം. അപ്പോ ഉഗ്രമൂർത്തിയായിട്ട് നമ്മൾ ശ്രീ പരമേശ്വരന് പറയുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തി കൊല്ലുന്നവനല്ല. വാസ്തവത്തിൽ ഇതറിയാത്ത ആൾക്കാണ് എന്തുള്ളത്, മൃത്യുവിന്റെ ദംഷ്ട്രാകരാളം, മുഖം ദംഷ്ട്രാകരാളമാകുന്നത്. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം മൃത്യു എന്താണ്, തൻ്റെ ആരാധ്യനായിട്ടുള്ള, തൻ്റെ സ്വരൂപം തന്നെയായിട്ടുള്ള ആ ശക്തിയിൽ ലയിക്കാനുള്ള അസുലഭമായ അവസരമാണ് അത്, സന്തോഷത്തോട് കൂടിയിട്ട്. അപ്പോ മരണം നമുക്ക് എന്താണ്, സന്തോഷകരമാണ്. മരണം എന്തായി തീരില്ല, ഭീകരമായി തീരില്ല. നമ്മുടെ ഉറക്കത്തെ തന്നെ നോക്കിയാൽ മതി. നല്ല ഉറക്കം വരുന്ന സമയത്ത് എന്താണ്, കുട്ടി ചിലപ്പോൾ പേരക്കുട്ടി അടുത്തിരുന്ന് കളിക്കുന്നുണ്ടാവും, അല്ലേ? അവൻ ഇങ്ങനെ കുസൃതി ഉണ്ടാവും, അവന്റെ കയ്യിലുള്ള കിലുക്കാൻ പെട്ടി കൊണ്ട് അവൻ മുത്തശ്ശന്റെ നെഞ്ചിലടിച്ചിട്ടൊക്കെയാണ് അവൻ കളിക്കുന്നത്. കിലുക്കാൻ പെട്ടി കൊണ്ട് അവൻ എവിടെയും അടിക്കും, അല്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കും അവൻ കളിക്കുന്നത്. ഉറക്കം വരുന്നത് വരെയും അത് സന്തോഷകരമാണ്. ഉറക്കം വരുമ്പോ എന്ത് ചെയ്യും, മെല്ലെ വിളിച്ചിട്ട്, മുത്തശ്ശിയെ വിളിച്ചിട്ട് പറയും, ഇതാ ഇവനെ അങ്ങോട്ട് കൊണ്ടോക്കോളോ കേട്ടോ, അല്ലെങ്കിൽ ഇവളെ മോളെ അങ്ങോട്ട് കൊണ്ടോക്കോ, അല്ലാണ്ട് ഉറക്കം വന്ന് ഞാൻ കണ്ണടക്കട്ടെ എന്ന് പറയും. അപ്പൊ നമ്മൾ എവിടേക്കാണ് ഇതെല്ലാം വിട്ട് നമ്മൾ എന്തിലേക്കാണ്, ആ നിദ്രയിലേക്കാണ് പോകുന്നത്. ഇതൊരു മഹാനിദ്രയാണ് ഉറക്കം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിദ്രായ മതയാത്രായ മഹശബ്ദോ നദീയതേ എന്ന് പറയുന്നത്. നിദ്ര, യാത്ര മുതലായ പദങ്ങളിലൊന്നും ഇത് ചേർക്കില്ല, മഹത് എന്ന് ചേർക്കില്ല. മഹാനിദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പോയി ഉറങ്ങുന്നതല്ല, മരണമാണ്. യാത്രയും എന്താണ്, മഹായാത്ര എന്ന് പറഞ്ഞാലും അതുപോലെ അത് മരണമാണ്. അതുകൊണ്ടാണ് നിദ്രയിലും ഒക്കെ പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ശംഖ്, തൈലം ഒക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോ ഇതിലൊന്നും എന്തില്ല, മഹത് ശബ്ദം ഉണ്ടാവുന്നില്ല. അപ്പൊ അതിനേക്കാൾ വലിയ നിദ്രയാണ് എന്ത്, മരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹേതുവായിട്ടുള്ള, നമ്മുടെ ശരിയായ സ്വരൂപമായിട്ടുള്ള ആ ശക്തിയിലേക്ക്, ബ്രഹ്മത്തിലേക്ക് ലയിക്കാനുള്ള അദമ്യമായ ത്വരയാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ആ ആൾക്ക് എന്തായിരിക്കും, ഇപ്രകാരം ദേവനെ അർച്ചിച്ചുകൊണ്ട് ദേവന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിട്ടുള്ള ഒരാൾക്ക്, ആ ബോധ്യം മനസ്സിലുള്ള ഒരാൾക്ക്, ആ ബോധ്യം കൂടെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ എന്തായിരിക്കും, ഭയമായിരിക്കും. മൃത്യുവിന്റെ കരാളം ഇങ്ങനെ ഭൃഗുടി ദുർനിരീക്ഷ്യമായിട്ടുള്ള കരാളമുഖം തന്നെയായിരിക്കും ദർശിക്കേണ്ടി വരിക. അതിലേക്ക് പോകുന്ന ഒരാൾക്ക് എന്താണ്, അങ്ങോട്ട് തന്നെ നമ്മുടെ നിദ്രയിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരമാത്മ ചൈതന്യത്തെ നമ്മൾ സാക്ഷാത്കരിക്കുന്നുണ്ട്. നമുക്ക് 4 അവസ്ഥയാണ് ഇപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്നത്, ജാഗ്രത അവസ്ഥയിലാണ്, അല്ലെ? ജാഗ്രത അവസ്ഥയും പിന്നെ എന്താണ്, അതിൽ നിന്ന് നമ്മൾ ഒന്ന് മയങ്ങിയ ഒരു സ്വപ്നാവസ്ഥയിലേക്ക് പോകും. സ്വപ്നം, അതാണ് സ്വപ്നാവസ്ഥ. ആ സമയത്താണ് നമ്മൾ നമ്മുടെ ഗാഠനിദ്രയിലല്ല സ്വപ്നം കാണുന്നത്. ഒന്നുകിൽ നമ്മൾ ഉറങ്ങാൻ കിടന്ന ഉടനെ തന്നെ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഉണരാൻ സമയത്ത്,
കാരണം രണ്ട് സ്വപ്നമുണ്ട്. ഇവൻ ഇതിനിടയ്ക്കാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇരിക്കുന്നത്, അല്ലേ? ഈ സ്വപ്നം ഇരിക്കുന്നത്. ഒന്ന് ഉത്സ്വപ്നം, ഒന്ന് അധസ്വപ്നം. ഉത്സ്വപ്നം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് നമ്മൾ ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്കും തുരീയാവസ്ഥയിലേക്കും പോകും. തുരീയാവസ്ഥയിലാണ് എന്തുണ്ടാകുന്നത്? ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകും. അത് ഉണ്ടായ അയാൾക്ക് എത്ര ദുഃഖം ഉണ്ടായിക്കൊള്ളട്ടെ, അയാൾ എന്താ പറയാ, ഉണർന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും വേണ്ടില്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങും. പല പല ദുഃഖങ്ങളുണ്ട്. ഉണർന്നു കഴിഞ്ഞപ്പോഴേ ദുഃഖങ്ങളാണ്, അതേ ചിന്തിക്കാനുള്ളൂ. എന്നാലും എന്താ പറയാ, എന്തൊക്കെയാണെങ്കിലും ഞാൻ സുഖമായിട്ട് ഒന്ന് ഉറങ്ങി എന്ന്. സുഖമായി എന്ന് പറയുന്നത് എന്താണ്? ഈ ഈശ്വര ചൈതന്യത്തെ തുരീയം എന്ന് പറയുന്ന അവസ്ഥയിൽ, അതായത് നമ്മുടെ നിദ്രയും കഴിഞ്ഞ് ഇട്ടുള്ള ആ തുരീയമായ അവസ്ഥ, നാലാമത്തേതാണ് തുരീയം എന്നുള്ള പദത്തിന് അർത്ഥം. ആ അവസ്ഥയിലെത്തിയ അപ്പൊ അത് നമുക്ക് അതീവ എന്താണ്, സ്പൃഹണീയമാണ്. അപ്പൊ അങ്ങോട്ടുള്ള സ്വപ്നത്തെയാണ് ഉത്സ്വപ്നം എന്ന് പറയാം. അധസ്വപ്നം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് തുരീയത്തിൽ നിന്ന് എന്താണ് നമ്മുടെ ഗാഠനിദ്രയിലേക്ക് വന്നു, അവിടെ നിന്ന് സ്വപ്നത്തിലേക്ക് വന്നിട്ടാണ് ജാഗ്രത അവസ്ഥയിലേക്ക് വരിക. ഈ അധസ്വപ്നം എന്നാണ് ഇതിനെ പറയാ. നമ്മൾ ഈ വണ്ടികള് ഒരു ടിക്കറ്റ് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതും. ഇപ്പൊ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കോട്ടയത്തേക്ക് പോയി, ഞാനിവിടെ തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടുന്ന് കോട്ടയത്തേക്ക് പോവാണെങ്കിൽ അതിനിടയ്ക്ക് പാലായുണ്ട്, ഏറ്റുമാനൂരുണ്ട്, കിടങ്ങൂര്, ഏറ്റുമാനൂരൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് വണ്ടിയുടെ ടിക്കറ്റ് എഴുതുന്ന ആള് എങ്ങനെയാണ് എഴുതുക? എന്താണ്, കോട്ടയം എന്ന് എഴുതിയ, അല്ലെങ്കിൽ പാല എന്ന് എഴുതിയാൽ അതെന്താണ്, ഇവിടുന്ന് പോണ വണ്ടിയാണെങ്കിൽ, ഇവിടുന്ന് ട്രിപ്പ് തുടങ്ങുന്ന വണ്ടിയാണെങ്കിൽ അത് അപ്പാണ്, അങ്ങോട്ടുള്ള ട്രിപ്പില് പാലയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ അത് ഡൗൺ ആണ്, ഡൗണിലാണ് ഈ പറയുന്ന സ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അർത്ഥമാണ്. ഇതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾക്കും ഉണ്ട് ഉത്സ്വപ്നം, അധസ്വപ്നം. ഉറക്കത്തിലേക്ക് പോകുമ്പോഴുള്ള സ്വപ്നം ഉത്സ്വപ്നം, ഉറക്കത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോഴുള്ളത് അധസ്വപ്നം. ഈ അധസ്വപ്നം പലപ്പോഴും നമ്മൾ അറിയാറ് പോലും ഇല്ല. ഞാനും അറിഞ്ഞില്ല അധസ്വപ്നം. ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ 6 മണിക്ക്, അതുകൊണ്ട് പെട്ടെന്ന് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. പക്ഷെ ആ സ്വപ്നത്തിലൂടെയാണ് അത് വന്നിട്ടുള്ളത്, അതിലൂടെ അല്ലാണ്ട് വരാൻ പറ്റില്ല. അപ്പൊ എന്താണ് അധസ്വപ്നം? നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. വേദം പറയുന്നുണ്ട്, അധസ്വപ്നസ്യ നിർവിദേ അഭുഞ്ചതശ്ചരേവതഃ ഉപാത വസ്രി നശ്യതഃ. എന്താ വേദം പറയുന്നത്? അധസ്വപ്നത്തെ പറ്റി എന്താണ്, എനിക്ക് വലിയ നിർവേദമാണ്, ഞാൻ നിരാശനാണ് അധസ്വപ്നത്തെ പറ്റി. പിന്നെ ഒന്നിനെ പറ്റിയും നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാനാ വേദം പറയുന്നതേ. അഭുഞ്ചതശ്ചരേവതഃ, വിശക്കുന്നവനെ ഊട്ടാത്തവന്റെ സമ്പത്തിനെ കുറിച്ചും, രേവതഃ, അധസ്വപ്നത്തെ പറ്റിയും എന്താണ്, വിശക്കുന്നവനെ ഊട്ടാത്തവന്റെ സമ്പത്തിനെ പറ്റിയും നിർവിധേ, ഞാൻ നിർവേദം അനുഭവിക്കുന്നു, എനിക്ക് നിരാശതയാണ് ഉള്ളത്. കാരണം എന്താണ്? ഉപാത വസ്രി നശ്യത, ഇത് രണ്ടും ഉടൻ നശിക്കുന്നതാണ്. അധസ്വപ്നം ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് പോയി, അല്ലെ? അങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുന്നൊന്നുമില്ല, ചിലപ്പോൾ അറിഞ്ഞെന്ന് പോലുമില്ല, ആണ് അധസ്വപ്നം. അതുപോലെയാണത്രേ രേവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രൈഹി എന്ന് പറഞ്ഞാൽ സമ്പത്താണ്, റിച്ച്നെസ്. സമ്പത്തുള്ളവൻ എന്ത് ചെയ്യുന്നില്ലെങ്കിൽ, വിശക്കുന്നവന്റെ വേദന അറിയുന്നില്ലെങ്കിലും, അവനെ ഊട്ടുന്നില്ലെങ്കിലും അവന്റെ സമ്പത്ത് വസ്രി നശ്യത, ഉടനെ നശിക്കുന്നതാണ് എന്ന് വേദം പറയുന്നു. ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ, നമ്മുടെ സുഖമായ എന്നുള്ള അനുഭൂതി ഉണ്ടാവുന്നത് പരമാത്മ ചൈതന്യത്തെ നമ്മൾ സാക്ഷാത്കരിക്കുന്നു. അവിടേക്കുള്ള നമ്മുടെ ഗമനമാണ് എവിടെ ഉണ്ടാകുന്നത്? മൃത്യുവിൽ ഉണ്ടാകുന്നത്. അപ്പോ ആ മൃത്യു വരിക്കുന്ന ആൾ എന്തിനെയാണ് കാണുന്നത്? യമധർമ്മൻ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, മൃത്യുവിന്റെ മുഖം ഒന്ന് തന്നെയാണ്. എപ്പോഴാണ് അത് നമുക്ക് ഭയാനകമാകാതിരിക്കുന്നത്, നമ്മളെ വിഷമിപ്പിക്കാതിരിക്കുന്നത്? നമ്മൾ ഇപ്രകാരം ഒരിക്കലെങ്കിലും ഈ ദേവനെ അർച്ചിച്ചുകൊണ്ട് ആ ദേവന്റെ പ്രസാദത്തിന് നാം പാത്രീഭൂതരായിട്ടുണ്ടെങ്കിൽ, മൃത്യുവിന്റെ സമയത്തുള്ള യമകിങ്കരന്റെ ആഗമനമോ മൃത്യുവിന്റെ കരാളമായ മുഖമോ നമ്മളെ ഭീഷണിപ്പെടുത്തുകയില്ല. നമുക്കതെന്താണ്, നമുക്ക് പോകാനുള്ള സുഗമമായ വഴി ഒരുക്കുന്നതാണ് ആ മുഖം എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവും. മരണം നമുക്ക് ഭയഹേതുകമായി തീരുകയില്ല എന്നർത്ഥം. അപ്പോ ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ദേവനെ എന്ത് ചെയ്യണം? ഒരിക്കലെങ്കിലും ശരിയായിട്ട് നിങ്ങൾ അർച്ചിച്ചാൽ നിങ്ങൾക്ക് എന്ത് വരില്ല? നിങ്ങൾക്ക് മൃത്യുവിന്റെ കരാളമായ മുഖം ദർശിക്കേണ്ടി വരില്ല. ഏതൊരാൾ
അർച്ചിച്ചാലും അപ്രകാരമാണ്. അങ്ങനെയുള്ള ആ ദേവൻ നമുക്ക് നിരന്തരമായിട്ടുള്ള മംഗളങ്ങൾക്ക്, ഭവ്യങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്, ആശംസയാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത്. ഞാൻ ഒന്നും കൂടെ ചൊല്ലിയിട്ട് അങ്ങോട്ട് നിർത്താം. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് വീക്ഷാവിക്ഷിപ്ത കാലാന്തക നിയമപുരക്രോഡ മൃത്യുഞ്ജയോയം ഭവ്യായ അവ്യാഹതായ സ്വജനധനഗൃഹ പ്രാഗ്രഗോ ഗോഭവീതു അർച്ചിത്വർച്ചാം യദീയാം ക്വചിദിഹ സുഹൃത പ്രാണഭൃത്കോപിനേയാത് മൃത്യോർദംഷ്ട്രാകരാളം വദനമസുഹര ഭ്രൂഡീ ദുർനിരീക്ഷ്യം. നമുക്ക് എല്ലാവർക്കും പല സംശയങ്ങളും കണ്ടേക്കും. അടുത്ത ഏതാനും നിമിഷങ്ങൾ നമുക്ക് അതിനുവേണ്ടി സാറ് നമ്മളോട് സഹകരിക്കുന്നതാണ്. സംശയങ്ങൾ ചോദിക്കാം. സാറേ നമസ്കാരം. ഭവീതു പറഞ്ഞായിരുന്നോ? സോറി, പറഞ്ഞാട്ടെ സുകുമാർജി. ഭവീതു ഞാൻ മിസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ബോഭവീതു അത് സംസ്കൃതത്തിലെ ഒരു യഗന്ത പദങ്ങൾ എന്ന് പറയും. അതായത് ആ ഒരു പ്രത്യയം വെച്ചാല് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഭവിക്കട്ടെ എന്നാണ് അർത്ഥം. അപ്പോ ഒരു പ്രാവശ്യം എപ്പോഴും നിരന്തരമായി നമുക്ക് ഭവ്യങ്ങൾക്ക് കാരണമായി ഭവിക്കട്ടെ എന്നാണ്. സാറുടെ പ്രഭാഷണം വളരെ നന്നായിരുന്നു. പദ്യം വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അപ്പൊ ഇന്ന് പറഞ്ഞതിൽ ഒരു പോയിന്റ് ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തത്, ഈ അമ്പലത്തിൽ നമ്മൾ ഉപാസന അല്ലെങ്കിൽ അർച്ചന ചെയ്യുമ്പോൾ 4 കാര്യങ്ങളുടെ കാര്യം പറഞ്ഞു. മെല്ലെ നടക്കുക, കൈകൾ കൂപ്പി നടക്കുക, പിന്നെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ലിപ്സ് കൊണ്ട് നമ്മൾ പ്രയർ പറയുക. അപ്പൊ ജനറലി എനിക്കിത് തോന്നിയിട്ടുള്ളത്, നമ്മള് ഹിന്ദുയിസത്തിൽ പല ഗ്രൂപ്പിലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ, ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ പുലർച്ചെ ഉഷപൂജയുണ്ട്, പിന്നെ അങ്ങനെ 4-5 പൂജ ഉണ്ട് ദിവസം. ആ സമയത്തൊക്കെ നമ്മൾ ഭഗവാന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ വേദത്തിൽ പറയുന്നുണ്ടോ, അതോ ഇതൊക്കെ തന്ത്ര സമുച്ചയം വഴിയാണോ ഇതൊക്കെ അതിൽ വന്നിട്ടുള്ളത്? ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പല ഹിന്ദു ഗ്രൂപ്പിലൊക്കെ സംസാരത്തില് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആർക്കും ഉത്തരം പറയാനില്ല. ഇത് എന്തുകൊണ്ട് ചെയ്യുന്നത്, ഇതിനൊരു ജസ്റ്റിഫിക്കേഷനോ ഒരു ലോജിക്കും പറയാൻ പലർക്കും പറ്റുന്നില്ല. അപ്പൊ അത് സാർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത് എനിക്കിതിനെ പറ്റി ശരിക്കും ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ തന്ത്ര വിധികളാണ്. ശരിയായിട്ടൊരു ഭക്തനാവുക, നമ്മൾ ഭജിക്കുന്നവനാണ് ഭക്തൻ, ഈശ്വരനെ ഭജിക്കുക. ശരിയായ ഒരു ഭക്തനാകുമ്പോൾ അവിടെ നമ്മൾ ഒന്നും അല്ലാണ്ടാവും ഈശ്വരന്റെ മുമ്പിൽ. ഈശ്വരന്റെ പ്രഭാവത്തെ പറ്റി നമുക്ക് അറിയാമെങ്കിൽ, നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ബഹുമാനപുരസരം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ ഒന്നുമല്ലാതെയാവും. എന്താണ്, നമുക്ക് ഏറ്റവും ആദരിക്കേണ്ട ഒരു വ്യക്തിയെ നമ്മൾ എടുക്കുക. ആ ആദരിക്കേണ്ട വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ ആരാണ്? നമ്മൾ ഒന്നുമല്ലാതെയാവും, അല്ലേ? നമ്മൾ പഠിച്ചതോ നമ്മുടെ അറിവോ വിവേകമോ ഒന്നുമില്ലാതെയാവും. അപ്പോ നമ്മൾ എന്താണ്, തീർത്തും കുട്ടികളെ പോലെയായി നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ ഈശ്വരനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈശ്വരീയമായ ആ ഒരു സാന്നിധ്യം നമ്മൾ അറിയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഈശ്വരനായിട്ട് നമുക്കുള്ളതല്ല, ഒരു കുട്ടിയെ പോലെ. ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു പാവ കൊടുക്കുക. ആ കുട്ടി എന്ത് ചെയ്യും? ആ പാവയെ താരാട്ട് പാടും, ഉറക്കും, അതിന് പാല് കൊടുക്കും, അല്ലേ? അമ്മ കുട്ടിക്ക് ഫീഡിങ് ബോട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ഈ പാവയുടെ വായിലും വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കും അതിനെ. ഇതേപോലെയാണ് നമ്മുടെ ആ അഹങ്കാരത്തിൻ്റെതായ കഞ്ചുകം പൂർണ്ണമായും അങ്ങ് മാറ്റി ആ ദൈവിക ശക്തിയുടെ മുമ്പിൽ നമ്മൾ തീർത്തും ഒന്നുമല്ലാത്ത ഏറ്റവും ചെറിയ ശിശുക്കളെ പോലെയായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മൾ ആ ശക്തിക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ പൂജ ചെയ്യുന്നു, അന്നം നൽകുന്നു, അലങ്കരിക്കുന്നു, അല്ലേ? എല്ലാം നമ്മൾ ശരിക്കും എന്താണ്, ഒരു അതിഥിയെ സത്കരിക്കുന്ന പോലെയാണല്ലോ നമ്മൾ ഓരോന്നും കൽപ്പിക്കുന്നത്, ഇല്ലേ? ഇതം അർഘ്യം കൽപ്പയാമി, ഇതം പാദ്യം, അല്ലേ? താമ്പൂലാദികം സർവമപി വയം സർപ്പയാമഹ.
നമ്മൾ സമർപ്പണം ചെയ്യുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിലെ ആ ഏകാഗ്രത വളരെ പ്രധാനമാണ്. ആ ഏകാഗ്രതയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മളിൽ സുപ്തമായ അവസ്ഥയിൽ കിടക്കുന്ന ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതിനും അതിനെ സഹസ്രാരത്തിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് കഴിയുന്നത് നമ്മുടെ ഏകാഗ്രതയാണ്. അങ്ങനെയുള്ള ശരിയായിട്ട് ആ പൂജ അനുഷ്ഠിക്കുന്ന വ്യക്തിയിലും നമുക്ക് ആ ഒരു പ്രഭാവം കാണാം. നല്ല ഭക്തന്മാരുടെ മുഖത്ത് നോക്കുക, അവിടെ ഒരു ദിവ്യമായ ഒരു ഭാവം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നിരഹങ്കാരമായ ദൃഷ്ടി കൊണ്ട് നോക്കിയാൽ നമ്മളിലും ഇതുണ്ടാകാൻ പാടില്ല, അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമുക്ക് ആ ഒരു പ്രഭാവം കാണാൻ കഴിയും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് പക്ഷെ ഗംഗാധരൻ സാറിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ആയിട്ട് പറയാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നുണ്ട്. നമസ്കാരം. നമ്മൾ ആരാധിക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ പറയുന്നത് താന്ത്രിക ആചാരങ്ങളാണ്. തന്ത്രസമുച്ചയത്തിലൊക്കെ പറയുന്നത് പോലാണ് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുക, വിഗ്രഹത്തിന് പിന്നെ പല രീതിയിലുള്ള അർച്ചനകളൊക്കെ ചെയ്യുക. അത് പണ്ടത്തെ കാലത്തും ഭഗവാൻ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതുകൊണ്ട് അത് യജ്ഞ സംസ്കാരത്തിൽ നിന്ന് വന്നതാണ്. യജ്ഞം തന്നെ അങ്ങനെ ഉണ്ടായതാണ്. വാസ്തവം നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നതനുസരിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കണം എന്തെങ്കിലും എന്നുള്ള രീതി വന്നതാണ്. അത് വളർന്നു വന്ന് തന്ത്രത്തിലാണ് കൂടുതൽ വളർന്നത്. അങ്ങനെ വന്നിട്ട് അതിനകത്ത് ഈ പൂജാവിധികളും ഒക്കെ വന്നു. നമ്മുടെ മനസ്സിൻ്റെ സംസ്കാരം വരുന്നതനുസരിച്ച് ഉയർന്നുയർന്ന് ചിന്തിക്കും. അദ്വൈതത്തിലെത്തുമ്പോൾ ഇതൊന്നും വേണ്ട, ജ്ഞാനം മാത്രം മതി, ജ്ഞാനം കൊണ്ട് മാത്രം കൈവല്യം കിട്ടും. അതേസമയം ഭക്തിമാർഗത്തിൽ ഇതൊക്കെ വേണം താനും. അതിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രേക്ഷതി എന്ന് പറയുന്നില്ലേ? അതാണ് ഭഗവാന് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ജ്ഞാനത്തിൻ്റെ മാർഗം വരുമ്പോൾ ഇതൊന്നും വേണ്ട. ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത് താന്ന രീതിയിലുള്ള ഭക്തിയാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഉത്തമ ഭക്തനാകുമ്പോൾ അതെല്ലാം അങ്ങ് പോയി. അപ്പം അതൊക്കെ നമ്മുടെ ഈ മനസ്സിൻ്റെ പരിവർത്തനം അനുസരിച്ച് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയേ ഉള്ളൂ. അല്ല, അതിനകത്ത് ഇന്ന നിശ്ചയമൊന്നുമില്ല. പിന്നെ എന്താ നമ്മൾ പലപ്പോഴും പലരും കളിയാക്കി ചോദിക്കും, നിങ്ങൾ എന്തിനാ ദൈവത്തിന് തിന്നാൻ കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അതെന്താന്ന് വെച്ചാല് നമ്മുടെ ആചാരരീതികളെയൊക്കെ പുച്ഛിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളതല്ല, നമ്മൾ ഓരോരുത്തർക്കും ചേരുന്ന രീതിയിൽ. അതാണ് പറയുന്നത്, ഇറച്ചിവെട്ടുകാരൻ്റെ ദൈവം അവരവരുടെ മനസ്സിൻ്റെ സ്ഥിതിയനുസരിച്ചാണ്. ആ മനസ്സിൻ്റെ വളർച്ചയനുസരിച്ച് മാറും. അത്രയേ ഉള്ളൂ അതിനകത്ത്. എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്താ ഭഗവാന് കൊടുക്കേണ്ടത്? അത് യതന്ന പുരുഷോ ഭവതി തദന്നാസ്തസ്യ ദേവതാഹ. നമ്മളെന്താ കഴിക്കുന്നത് അതാണ് നമ്മുടെ ദേവതയ്ക്കും കൊടുക്കുന്നത്. കൊടുക്കേണ്ടതും അങ്ങനെയാണ്. അത് രാമായണത്തിൽ പറയുന്നുണ്ട്. രാമൻ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഭക്ഷണം വനത്തിലല്ലേ പിതാവിൻ്റെ തർപ്പണം ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭരതന് സങ്കടം വന്നു പോലും. പക്ഷെ അവിടെ ഇതാണ് നമ്മൾ അപ്പോൾ എന്താണ് രാമൻ ഭക്ഷിക്കുന്നതെന്ന് മനസ്സിലായി. അവിടെ വനത്തിലുള്ള ഫലവും മൂലവും ഒക്കെയാണ് ഭക്ഷിക്കുന്നത് അവിടെ മനസ്സിലായി. അതെന്താ കാരണം? നമ്മളെന്താണോ, നമ്മുടെ ഭക്ഷണം എന്താണോ അതാണ് ഭഗവാൻ അർപ്പിക്കേണ്ടത് എന്നാണ് അവിടുത്തെ സങ്കല്പം. അത്രയേ ഉള്ളൂ. പിന്നെ ബോഭവീതു എന്നുള്ളതിനെ ആരോ ചോദിക്കുന്നത് കേട്ടു. അത് പിന്നെ ഫ്രാൻസ് ശരിയായിട്ട് പറഞ്ഞു. പക്ഷെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് യങ്ങന്തവും പ്രത്യയം ഇല്ലാത്ത രൂപമാണ് ലുഗന്ധം വന്നിട്ട് പോകുന്നത്. ബോഹൂയത്തെ എന്നുള്ളതിൽ നിന്ന് വരുന്നതാണ്, അതാണ് യങ്ങന്തം. ബോഭവീതി എന്ന് വരുന്നത് ലുഗന്ധം. നമ്മളിതിൻ്റെ എങ്ങനെ ഇതുണ്ടാകുന്നു ഇതൊന്നും നമ്മൾ അറിയണ്ട. അതൊക്കെ വ്യാകരണത്തിൻ്റെ അങ്ങേയറ്റം ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതി. പക്ഷേ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണം. യങ്ങന്തമാണെങ്കിൽ യങ്ങുലുഗന്ധമാണെങ്കിലും ഒരേ ഒരർത്ഥമാണ്. നല്ലവണ്ണം സംഭവിക്കുന്നു എന്നോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സംഭവിക്കുന്നു എന്നോ ആണ് അതിൻ്റെ ബോഭവീതി എന്ന് പറഞ്ഞാൽ. ബോഹൂയതയെന്നോ ബോഭവീതി എന്ന് പറഞ്ഞോ അർത്ഥം. അങ്ങനെ ആയിത്തീരട്ടെ എന്നാണ് ബോഭവീതു എന്നുള്ളതിൻ്റെ അർത്ഥം. അർത്ഥമെല്ലാം നല്ലവണ്ണം ഫ്രാൻസ് വിശദീകരിച്ചു. താങ്ക് യു സർ.
അപ്പൊ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ ഈ ഉപനിഷത്തിൽ പറയണല്ലോ അവിദ്യ വിദ്യ, അവിദ്യാം ച മൃത്യും തീർത്ത വിദ്യാം ച അമൃതശ്നുതേ. അപ്പൊ ഈ അവിദ്യ എന്ന് പറയുന്നതാണ് ഈ കാര്യങ്ങൾ. അവിദ്യയാ മൃത്യും തീർത്തുക വിദ്യയാ അമൃതമശ്നുതേ. അവിദ്യയാ മൃത്യും തീർത്തുക വിദ്യയാ അമൃതമശ്നുതേ. അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന ഈ തന്ത്രവിദ്യ അതൊക്കെ അവിദ്യയായിട്ടാണ് കണക്കൂട്ടുക. തന്ത്രം അവിദ്യ തന്നെയാണ് ശരിക്കും പറഞ്ഞാല്. നമ്മുടെ മൃത്യുവിനെ തരണം ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് അത്. അല്ല, ശരിയായിട്ട് ജ്ഞാനമുള്ള ഒരാൾ എന്ത് ചെയ്യില്ല? ജ്ഞാനമുള്ള ഒരാൾ ഇതിനൊന്നും പോവില്ല, ഈ താന്ത്രിക വിധികൾക്കൊന്നും പോവില്ല. അദ്ദേഹത്തിന് ഏത് സമയത്തും തന്റെ ശരീരം ത്യജിക്കാം. ഏത് സമയത്തും അത് ത്യജിക്കാൻ പറ്റും. നമ്മുടെ ദധീചി മഹർഷിയെ പോലുള്ള ആളുകളൊക്കെ, ദധീചി മഹർഷി അദ്ദേഹം എന്താണ്? ജ്ഞാനിയാണ്. അതുകൊണ്ടാണ് ദേവേന്ദ്രന് എന്ത് വേണം? അസ്ഥി വേണം. ശരി, എടുത്തോളൂ, അല്ലെ? എന്താണ്? ജ്ഞാനിയായിട്ടുള്ള ആളാണ്. അപ്പൊ അവര് ജീവത് മുക്തന്മാരാണ്, ജീവിക്കെ തന്നെ മുക്തരായിട്ടുള്ളവരാണ്, ജീവൻ മുക്തർ എന്ന് പറയും ദധീചി മഹർഷി. ശ്രീരാമചന്ദ്രൻ സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയി, അത് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ ആളുകൾക്ക് പ്രത്യേകിച്ച് കളിയാക്കണമെങ്കിൽ, നമ്മുടെ ധർമ്മത്തെ കളിയാക്കണമെങ്കിൽ എന്തുണ്ടായാൽ മതി? പ്രത്യേകിച്ച് അറിവൊന്നും വേണ്ട, വിവരം ഇല്ലാതിരുന്ന മാത്രം മതി. എന്തിനാ ശ്രീരാമ ആത്മഹത്യ ചെയ്തത്? ഒരു വലിയ സെമിനാറിലെ ഒരു യൂണിവേഴ്സിറ്റി ചോദിക്കുക ഒരാള്, എന്താണ് ശ്രീരാമൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ അല്ല വാസ്തവത്തിൽ, അദ്ദേഹം ജ്ഞാനിയാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ശരീരം ത്യജിക്കുകയാണ്. യോഗേനന്തേ തനുത്യജാം. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ എന്താ ജീവാത്മാവിനെ പരമാത്മാവിൽ യോജിപ്പിക്കുകയാണ്, പരമാത്മാവിൽ വിലയം പ്രാപിപ്പിക്കുകയാണ്. അങ്ങനെ തനുവിനെ ത്യജിക്കുന്നു, ശരീരത്യാഗമാണ്. അത് ആ സരയൂ നദിയിൽ ത്യജിച്ച് കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് വേണ്ട? ഇവിടെ നമുക്ക് അന്ത്യേഷ്ടി, ശവ്യകർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ആ ശരീരം അവിടെ ആവശ്യമില്ല. അവർക്ക് എങ്ങനെയാണ്? ശവ്യകർമ്മണി കൃതേവ അകൃതേവ എന്നാണ് അവരുടെ മുക്തി. ശവ്യകർമ്മം എന്ന് പറഞ്ഞാൽ ശവത്തിന് നമ്മൾ ചെയ്യുന്ന സംസ്കാരം. ആ ഒറ്റ സംസ്കാരം നമുക്ക് അറിയുള്ളൂ, ശവസംസ്കാരം. ആ ഒരു വാസ്തവത്തിൽ സംസ്കാരങ്ങൾ എത്രയുണ്ട്? 16 സംസ്കാരങ്ങളുണ്ട്. 16 19 സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. 16 പറയുന്നവര് 2-3 കൂട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അന്ത്യേഷ്ടി വരെ സംസ്കാരമായി കൂട്ടാത്തവരുണ്ട്. അന്ത്യേഷ്ടി, അവസാന ശവസംസ്കാരം, അവരത് കൂട്ടുന്നില്ല. എന്താണ്? പാണിഗ്രഹോ അഗ്നിയാഹിതി, പാണിഗ്രഹണം കഴിഞ്ഞ് അഗ്നിയാധാനം വരെ മാത്രം 16 പറയുന്നവരുണ്ട്. അവര് ശവസംസ്കാരം ചെയ്യുന്നില്ലേ? ശവസംസ്കാരമുണ്ട്. കർണവേദം ഉണ്ട്, കാതുകുത്തല് ഉണ്ട്, വിദ്യാരംഭമുണ്ട്. ഇതൊക്കെ സംസ്കാരങ്ങളാണ്. പക്ഷെ അവര് ഇതൊക്കെ വേറെ സംസ്കാരമായിട്ട് കൂട്ടുന്നവർ എന്ത് ചെയ്യും? ഈ ഉപനയനത്തിന്റെ കൂട്ടത്തിൽ 3 വ്രതങ്ങളും കൂടെ കൂട്ടും. വൈഖാനസ വ്രതം, മഹാനാമിനി വ്രതം, അങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ അവർ കൂട്ടും. അപ്പൊ അത് ഒന്നായി. അപ്പൊ 3 കുറവ് വന്നു. അപ്പൊ അവര് എന്ത് പറയും? അന്ത്യേഷ്ടിയും കർണവേദവും വിദ്യാരംഭവും ഒക്കെ അവർ സംസ്കാരമായിട്ട് കൂട്ടും. അങ്ങനെയാണ്. അത് ആ ഗണനയിലുള്ള വ്യത്യാസം മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ശവ്യകർമ്മം ജ്ഞാനിയായ ഒരാൾക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതൊക്കെ അത് ചെയ്യുന്നത് വരെ എന്താണ്? ഇങ്ങനെയുള്ള നമ്മുടെ കുറവുകൾ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. സുധീരന്റെ ക്വസ്റ്റ്യന്, ആ ചോദ്യത്തിന് ഈ 2 ആചാര്യന്മാരും വളരെ തക്കതായിട്ടുള്ള നമുക്കുള്ള ഒരു വിവരണമാണ് തന്നിട്ടുള്ളത്. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇവിടെ നമ്മൾ കുട്ടികളോട് നമ്മൾ നേരിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കർത്തവ്യം ഉള്ളതിനാൽ ഈ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ് ഒന്നാണ്. ഈ നേരത്തെ ഫ്രാൻസിസ് സാർ പറഞ്ഞ പോലെ ശരിയായിട്ടുള്ള തത്വം അറിഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഭഗവാനും ഭക്തനുമായിട്ടുള്ള വ്യത്യാസമില്ല, അവിടെ ഒന്നായിത്തീരുന്നു. പിന്നെ എന്തുകൊണ്ട് നമ്മൾ അമ്പലങ്ങളിൽ ഈ പൂജകളും നിവേദ്യങ്ങളും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പ്രാണപ്രതിഷ്ഠ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനിൽ ആ പ്രതിഷ്ഠയിൽ നമ്മൾ പ്രാണാംശം ഉണ്ടെന്നുള്ള ഒരു സങ്കല്പമാണുള്ളത്. അതനുസരിച്ച് ആ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ ഈ
ഊണും ഉറക്കവും എല്ലാം തന്നെ ആവശ്യമാണ്. ഇത് ഈ അറിവും എനിക്ക് പ്രാപ്തമായിട്ടുള്ളത് നീലകണ്ഠതീർത്ഥ സ്വാമികളുടെ ആചാരപദ്ധതി അല്ല മറ്റത്താണ് ദേവാംശ പദ്ധതി. അത് തന്നെയാണ് നമ്മളുടെ ഈ സൂമിനിട്ടിട്ടുള്ള പേരും അതിൽ നിന്ന് തന്നെയാണ്. അതിൽ സ്വാമി ഈ കാര്യത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ നാരായണീയത്തിലെ 1000-ൽ പരം ശ്ലോകങ്ങൾ വായിച്ചു കഴിഞ്ഞിരുന്നാലും ഈശ്വരനെ സാരൂപ്യ രൂപത്തിലുള്ള സ്വരൂപത്തോടു കൂടിയുള്ള ഭഗവാനെ വർണ്ണിച്ചതിന് ശേഷം ആദ്യത്തെ 2 അധ്യായം കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം സ്വരൂപ വർണ്ണന തന്നെയാണ്. അവസാനം 99ാമത്തെ ശ്ലോകത്തിൽ ദശകത്തിലെ അവസാനം ഒരു ശ്ലോകമുണ്ട്. അത് സൂക്ഷ്മമായിട്ട് വായിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാകും. അതായത് അവ്യക്തം തേ സ്വരൂപം ദുരധികപദമം തത്വശുദ്ധൈക തത്വം. ഭഗവാനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങയുടെ സ്വരൂപം അവ്യക്തമാണ്. ഈ കാണുന്നതെല്ലാം വ്യക്തമായിട്ട് ഞാൻ കാണുന്നതെല്ലാം എന്താണ്? അത് ശരിയായിട്ടുള്ള ആ രൂപമല്ല. പരബ്രഹ്മത്തിന് അത് സ്വരൂപമില്ലാത്ത ഒന്നാണല്ലോ. അതിന് യാതൊരു ഗുണങ്ങളുമില്ല, അതിന് യാതൊരു വർണ്ണങ്ങളുമില്ല. അത് പരബ്രഹ്മമായിട്ട് ഈ ലോകം തന്നെ, ഈ പ്രപഞ്ചം തന്നെ ആ ബ്രഹ്മമായിട്ട് നമ്മൾ കാണണം എന്നുള്ള അതാണ്. ഈ ചോദ്യം നമുക്ക് വളരെയേറെ പ്രായോഗിക തലത്തിൽ വളരെയേറെ പ്രസക്തമായിട്ടുള്ളത് നമ്മളുടെ കുട്ടികളോട് നമ്മൾ ഉത്തരം പറയേണ്ടതുമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പിന്നെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ നിന്ന് എനിക്ക് ആദ്യം സുധീർ തന്നെ പറഞ്ഞ പോലെ ആ പ്രദക്ഷിണത്തിന്റെ 4 തത്വങ്ങൾ അറിയാതെ പോലും ഞാൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും ഇപ്പോൾ സാറ് പറഞ്ഞതിന് ശേഷം അതിൻ്റെ വ്യക്തമായിട്ടുള്ള ആ രൂപം, അമ്പലത്തിൽ പോയിരുന്നാൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ കൂപ്പുകൈയോടുകൂടി പ്രദക്ഷിണം ചെയ്യുക, മന്ത്രോച്ചാരണത്തോടുകൂടി അറിയുന്ന ധ്യാനത്തോടുകൂടി പ്രദക്ഷിണം ചെയ്യുക, ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി, കൂടുതൽ നമുക്ക് മനസ്സിലായി. പിന്നെ സാറ് ചോദിച്ചതിൽ സ്വച്ഛന്ത മൃത്യുവിനെ പറ്റി ഒരു യുക്തിഭംഗം ഉണ്ടോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും സ്വച്ഛന്ത 16 വയസ്സ് തന്നെ അല്ലേ സാർ നല്ലത്? 16 വയസ്സാകുമ്പോൾ എന്നും ആ യുവത്വത്തിൽ തന്നെ മാർക്കണ്ഡേയൻ കഴിയുന്നു. സ്വച്ഛന്ത മൃത്യുവാണെങ്കിൽ വിഭീഷണരുടെ കാര്യം നമുക്കറിയാം, പ്രായമാകുന്നു, അപ്പോൾ ജരാനരകൾ ബാധിക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ മരിക്കാം. ഇവിടെ ആണെങ്കിൽ യുഗങ്ങൾ കഴിഞ്ഞിരുന്നാലും യുഗരഹസ്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട്, വരാൻ പോകുന്ന യുഗത്തെ പറ്റിയും പറഞ്ഞു തരാനായിട്ട് മഹാഭാരതത്തിൽ വനപർവ്വത്തിൽ നമുക്ക് മാർക്കണ്ഡേയ വ്യാഖ്യാനങ്ങൾ പല അധ്യായങ്ങളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ നമുക്കതെല്ലാം വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. ഈ കലിയുഗത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളെയെല്ലാം മഹാഭാരതത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ധരിച്ചു കേൾക്കാനായിട്ട് കഴിയുന്നു. പിന്നെ ഇന്നത്തെ പ്രഭാഷണത്തിൽ നിന്ന് ക്യാരി ഹോം ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്? ഈ സ്വച്ഛന്ത മൃത്യു, ഈ പ്രദക്ഷിണം, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത്, ഇതെല്ലാം മനസ്സിൽ വീണ്ടും വീണ്ടും നമുക്ക് ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണ്. ഇന്ന് ഭാഗവതത്തിൽ നമ്മൾ 2ാമത്തെ ദ്വിതീയ സ്കന്ധത്തിൽ 2യ അധ്യായമാണ് ഞങ്ങൾ വായിച്ചത്. അതിൽ തന്നെ രാധ വായിക്കുകയുണ്ടായിരുന്നു, വിവരിച്ചു തന്നു. ഈ യജ്ഞകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അതിനുള്ള ഒരു ഫലം ലിമിറ്റ്, അതിനൊരു പരിമിതിയുണ്ട്. പക്ഷെ അതിനപ്പുറം ഭഗവാനെ ബ്രഹ്മം എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ആ അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആവർത്തിച്ച് ഭാഗവതത്തിൽ പല ഭാഗങ്ങളിൽ ഇത് പറഞ്ഞു തരുന്നുണ്ട്. ഇത് പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആ ആചാര്യന്മാര് ശരിയായിട്ട് പറഞ്ഞു തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കഥകളിൽ അവർ കാലം കഴിക്കുന്നു. ഇത്രയാണ് എനിക്ക് പറയാനുള്ള. മറ്റ് ചേട്ടാ, ഒരു കാര്യം ഞാനിങ്ങനെ ആലോചിച്ചു. മറ്റേ ഭഗവത്ഗീതയിൽ പറയുമല്ലോ, അശാന്തസ്യ കുതസുഖം. യുക്തിയോടുകൂടിയുള്ള ഭാവന ഇല്ലെങ്കിൽ ശാന്തി ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ശാന്തി ഇല്ലാത്തവന് എവിടെ സുഖം ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ക്ഷേത്ര ആചാരങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ളതല്ലേ? യുക്തിയോടുകൂടിയുള്ള ഭാവന വർദ്ധിപ്പിക്കാനുള്ളതല്ലേ? അതിപ്പോ സാറോ ആരെങ്കിലും ഒന്ന് ഒരു ക്ലാരിറ്റി കിട്ടിയാൽ കൊള്ളായിരുന്നു. അത് ശരിയാണോ ആ ലൈനിലുള്ള ചിന്ത? എല്ലാ ഉപാസനകൾക്കും മനസ്സിൻ്റെ ശാന്തിയാണ് പ്രയോജനം. സകല ഉപാസനകൾക്കും. അത് വേദാന്തത്തിൽ പറയുന്നത് ഉപാസനകളിലെല്ലാം കൂടെ ചേർന്ന് മനഃശാന്തി വരുത്തിയതിന് ശേഷം ആത്മജ്ഞാനം ഉണ്ടാകണം. അതുപോലെ മൃത്യും തീർത്തുക വിദ്യാമൃതമിഷ്ണു എന്നുള്ളിടത്ത് അവിദ്യ എന്നുള്ളത് കൊണ്ട് ഈ അപരവിദ്യയെയും
അതായത് സാമാന്യ ലോകത്തുള്ള എല്ലാ ജ്ഞാനത്തെയും ഉപാസനകളെയും എല്ലാം ഉൾപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ശാന്തി വരുത്തുക, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുക, ഇതെല്ലാം ചെയ്തിട്ട് വിദ്യ കൊണ്ട് ആത്മജ്ഞാനത്തിനുള്ള ആണ് വിദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ അമരത്വത്തെ പ്രാപിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ എല്ലാ ഉപാസനകൾക്കും മനഃശാന്തിയാണ് പ്രയോജനം. ചിത്ത സംശുദ്ധി. വേറെ ചോദ്യങ്ങള് വിജയൻ സാർ വല്ലതും ചോദിക്കുന്നുണ്ടോ? പ്രൊഫസർ വിജയൻ അൺമ്യൂട്ട് ചെയ്താട്ടെ. ഇല്ല സർ, സംശയമൊന്നുമില്ല. നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്നോ? മറ്റ് ഇന്നത്തെ പ്രഭാഷണം നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ രാധ അവസാനമായിട്ട് നിർവ്വാണ ഷട്കം ചൊല്ലും. അതിനു മുൻപായിട്ട് സുധീർ തന്നെ സാറ്, രണ്ട് ആചാര്യന്മാർ നമ്മളുടെ കൂടെ ഉണ്ട്. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സ്ക്രീനിൽ കാണുന്നതും അല്ലാതായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഒരു നന്ദി സൂചകമായിട്ട് 2 വാക്ക് സംസാരിച്ചതിന് ശേഷം അവസാനം നമുക്ക് നിർവ്വാണ ഷട്കത്തോടുകൂടി കൺക്ലൂഡ് ചെയ്യാം. കേൾക്കാലോ അല്ലേ? ഇന്നത്തെ ഈ പ്രഭാഷണത്തിലേക്ക് ചേർന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട പ്രഭാഷകനായ ഡോക്ടർ ഫ്രാൻസിസ് വളരെ ഭംഗിയായും ക്ലിയറാക്കി തന്നു ഈ ശ്ലോകം. ഇന്നത്തെ നമ്മുടെ ഏതാണ് തൃപ്രങ്കോട് ക്ഷേത്രത്തിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ ശ്ലോകം. വളരെ ഭംഗിയായി അതിൻ്റെ വിവരിച്ചു തന്നു. അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയാണ്. അതുകൂടാതെ തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ള ഗംഗാധരൻ സാറല്ലേ, കാനഡയിൽ നിന്നും ഇന്ന് ഇതിൽ ചേരാൻ ഞങ്ങളോട് കൂടെ ചേർന്ന് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുകൂടാതെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ നാട്ടിൽ നിന്നും പലരും ചേർന്നിട്ടുണ്ട്. അവർക്കും എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഗംഗാധരൻ സാറിന് മഹാമഹോപാധ്യായ എന്ന ഉപാധി നൽകിയിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ് കേട്ടോ. ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉപാധിയാണത്, മഹാമഹോപാധ്യായ എന്നുള്ളത്. ഞങ്ങളെ ഏറ്റവും ധന്യരാണ് സാറിന്റെ ഈ സാന്നിധ്യത്തിൽ. മഹനീയമായിട്ടുള്ള സാന്നിധ്യം ഞങ്ങൾക്ക് എന്നും സാർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വരൻ അതിന് ഇട നൽകട്ടെ. സാറിനുണ്ടെങ്കിൽ ഞാൻ മറ്റു സംശയങ്ങളൊന്നും തന്നെ, എല്ലാ സംശയങ്ങളും സാറിന് ഞങ്ങൾക്ക് തീർത്തു തരും. താങ്ക് യു സാർ. എനിക്കറിയില്ലായിരുന്നു സാർ ഇനിയും നമ്മുടെ ഈ പ്രഭാഷണത്തിൽ പങ്കുചേരണം എല്ലാ ആഴ്ചയും. മേ ബി ഗോപിച്ചേട്ടൻ ഒരു സാറുടെ ഒരു ബയോ ഇപ്പോഴല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലായാലും മതി, ഒന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്. സോറി. താങ്ക് യു. ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാരചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ന ച പ്രാണസപ്നോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തവായു ചിദാനന്ദരൂപ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ
मदो नैव मे नैव मात्सर्यभावः न धर्मो न चार्थो न कामो न मोक्षः चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न तीर्थं न वेदा न यज्ञाः अहं भोजनं नैव भोज्यं न भोक्ता चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न मृत्युर्न शङ्का न मे जातिभेदः पिता नैव मे नैव माता च जन्म न बन्धुर्न मित्रं गुरुर्नैव शिष्य चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहम् अहं निर्विकल्पो निराकाररूपो विभुत्वाच्च सर्वत्र सर्वेन्द्रियाणां न चासङ्गतं नैव मुक्तिर्न मेय चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहम् ॐ विद्याधिराजाय नमः ॐ गुरुभ्यो नमः